ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളതും അതുപോലെ തന്നെ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയുമായിട്ടാണ്. ഈ ഒരു ചപ്പാത്തി നിങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റിന് മാത്രമല്ല നിങ്ങൾക്ക് ഡിന്നറിനും തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ഞാനിവിടെ ഏകദേശം ഒരു 1/2 കിലോ തൂക്കമുള്ള ചിരങ്ങ എടുത്തിട്ടുണ്ട്. നമുക്കിതിൻ്റെ ഒരു പകുതി കഷ്ണേ ആവശ്യമുള്ളൂ. അപ്പം നമുക്കിതൊന്ന് കട്ട് ചെയ്തിട്ടെടുക്കാം. നമുക്കിപ്പം ഇത്രയും വലിയൊരു കഷ്ണം മതിയാവും. നമുക്കിനി ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് ചെത്തിയെടുക്കാം. ഞാനിപ്പോൾ ഇതൊരു സ്ക്രേപ്പർ വെച്ചിട്ടാണ് ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളയുന്നത്. ചിരങ്ങ ധാരാളം ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ളൊരു വെജിറ്റബിളാണ്. അപ്പോൾ കുട്ടികൾക്കൊക്കെ നമ്മൾ ഇതുപോലെ ഉണ്ടാക്കി കൊടുത്തതാണെങ്കിൽ അവർക്കൊക്കെ ഇത് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. ഇപ്പോൾ ദാ ഞാനിതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞ് കഴുകി കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് എടുക്കാം. ഞാൻ ഗ്രേറ്ററിൻ്റെ ചെറിയ ഹോൾസുള്ള സൈഡ് വെച്ചിട്ടാണ് ഗ്രേറ്റ് ചെയ്ത് എടുക്കുന്നത്. ഇപ്പോൾ ഇതാ ഞാനിതിവിടെ ഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 കപ്പ് ഗോതമ്പ് പൊടിയാണ് ഗ്രേറ്റ് ചെയ്ത് വെച്ച ചിരങ്ങയിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. കാശ്മീരി ചില്ലി പൗഡറാണ് ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതായിരിക്കുമ്പോൾ നല്ല കളറും കിട്ടും. പിന്നെ ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ അയമോദകമാണ് ചേർത്ത് കൊടുക്കുന്നത്. 2 കൈ വെച്ചിട്ട് ഒന്ന് ക്രഷ് ചെയ്തിട്ട് വേണം നമുക്ക് അയമോദകം ചേർത്ത് കൊടുക്കാൻ. എന്നാലേ ഇതിൻ്റെ ഫ്ലേവർ ശരിക്കും കിട്ടുള്ളൂ. പിന്നെ ഇതിലേക്ക് 4 പച്ചമുളക് ഇതുപോലെ ചെറുതായി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഗ്രേറ്റ് ചെയ്തും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് മല്ലിയില ചെറുതായി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഇതിലേക്ക് നമ്മൾ വളരെ ബേസിക് ആയിട്ടുള്ള നമ്മളെല്ലാവരുടെ വീട്ടിലും എപ്പോഴും ഉണ്ടാവുന്ന ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. ഇനി നമുക്ക് കൈ വെച്ചിട്ട് ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ചിരങ്ങയിൽ അത്യാവശ്യം നല്ല വാട്ടർ കണ്ടൻറ്റ് ഉള്ളതുകൊണ്ട് നമുക്കിതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. മാവ് നിങ്ങൾ കുഴച്ചെടുക്കുമ്പം അധികം ഒട്ടൽ തോന്നുകയാണെങ്കിൽ നിങ്ങൾക്കൊരു 1/4 കപ്പ് ഗോതമ്പ് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഞാനിതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നാലേ നമുക്ക് പറാട്ട നല്ല സോഫ്റ്റായി കിട്ടുള്ളൂ. വീണ്ടും നമുക്കിതെല്ലാം നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഇപ്പോൾ ദാ ഞാനിതിവിടെ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വീണ്ടും 1 ടേബിൾ സ്പൂൺ ഓയിൽ ഇതിൻ്റെ മുകളിൽ ഇതുപോലെ ഒഴിച്ചു കൊടുത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. മാവ് നന്നായിട്ട് കുഴച്ചെടുത്തതാണെങ്കിൽ നമുക്ക് നമ്മളെ പറാട്ട നല്ല സോഫ്റ്റായി കിട്ടുള്ളൂ. ഇപ്പോൾ ദാ ഞാനിവിടെ മാവ് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മാവ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 15 മിനിറ്റ് നേരത്തേക്ക് ഫ്രിഡ്ജിലേക്ക് വെക്കാം. പുറത്ത് വെച്ചതാണെങ്കിൽ മാവ് ലൂസായി പോവും. ഒരു 15 മിനിറ്റിന് ശേഷം നമുക്കിത് ഫ്രിഡ്ജിൽ നിന്ന് പുറത്തേക്ക് എടുക്കാം. ഇപ്പോൾ ദാ മാവ് നല്ല സെറ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഉരുളകൾ തയ്യാറാക്കിയെടുക്കാം. ഞാനിപ്പോൾ ദാ ഈ ഒരു വലുപ്പത്തിലാണ് എടുക്കുന്നത്. നമ്മൾ 2 കൈ വെച്ചിട്ടും ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുക്കാം. ഒരു മീഡിയം സൈസ്ഡ് ഉരുളകളാണ് നമുക്കിവിടെ തയ്യാറാക്കിയെടുക്കേണ്ടത്. ഇപ്പോൾ ദാ ഞാനിതുപോലെ നന്നായിട്ടൊന്ന് ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇതുപോലെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്കിത് ഉരുട്ടിയെടുക്കണം. ഞാനിപ്പോൾ ദാ എല്ലാ ഉരുളകളും ഇവിടെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പരത്തിയെടുക്കാൻ തുടങ്ങാം. ഞാനിപ്പോൾ ഇവിടെ കട്ടിംഗ് ബോർഡിൽ തന്നെയാണ് പരത്തിയെടുത്ത് കാണിച്ചു തരുന്നത്. ആദ്യം നമുക്ക് കുറച്ച് ഗോതമ്പ് പൊടി ഇതുപോലെ ഇട്ട് കൊടുത്തതിൻ്റെ ശേഷം നമുക്ക് ഈ ഉരുളകൾ വെച്ചിട്ടൊന്ന് പരത്തിയെടുക്കാം. കുറച്ചൊരു വലുപ്പത്തിലാണ് ഞാനിവിടെ ആദ്യം തന്നെ പരത്തിയെടുക്കുന്നത്. ഇനി നമുക്കിതിൻ്റെ മുകളിൽ കുറച്ച് ഓയിലോ നെയ്യോ അപ്ലൈ ചെയ്ത് കൊടുക്കാം. എല്ലാ ഭാഗത്തും നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിൻ്റെ സൈഡൊക്കെ ഒന്ന് ഫോൾഡ് ചെയ്തിട്ടെടുക്കാം. ഞാനിപ്പോൾ ഇത് റൗണ്ട് ഷേപ്പിലാണ് ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ സ്ക്വയർ ഷേപ്പിലോ ട്രയാങ്കിൾ ഷേപ്പിലോ പറാട്ട തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ അതാ ഞാൻ ഇതുപോലെ റൗണ്ട് ഷേപ്പ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വീണ്ടും നന്നായിട്ടൊന്ന് പരത്തിയെടുക്കാം. അധികം പ്രസ് ചെയ്യാണ്ട് വേണം നമുക്കിത് പരത്തിയെടുക്കാൻ. നിങ്ങൾക്ക് പരത്തിയെടുക്കുമ്പം കറക്റ്റായിട്ടുള്ള റൗണ്ട് ഷേപ്പിൽ കിട്ടുന്നില്ലെങ്കിൽ കട്ടർ വെച്ചിട്ടോ അല്ല ഏതെങ്കിലും പാത്രത്തിൻ്റെ മൂടി വെച്ചിട്ടോ അത് കട്ട് ചെയ്തിട്ടെടുക്കാം. ഇപ്പോൾ ദാ ഞാൻ ഈ ഒരു വലുപ്പത്തിലാണ് പരത്തിയെടുത്തിട്ടുള്ളത്. ഒരുപാട് തിന്നാവരുത്, ചെറിയൊരു കട്ടിക്ക് വേണം നമുക്കിത് പരത്തിയെടുക്കാൻ. ഈ ഒരു തിക്നെസ്സിൽ വേണം നമുക്കിത് പരത്തിയെടുക്കാൻ. ഇനി നമുക്കിത് ചുട്ടെടുക്കാൻ തുടങ്ങാം. അപ്പോൾ ദാ അതിനായിട്ട് ഞാനിവിടെ ഒരു അയണിൻ്റെ തവ ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ മുകളിൽ കുറച്ച് ഓയിലോ നെയ്യോ ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. നമുക്കിനി ചപ്പാത്തി ചുട്ടെടുക്കാൻ തുടങ്ങാം. ഒരു സൈഡ് വെന്ത് കഴിയുമ്പോൾ നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. തീ അധികം കൂട്ടി വെക്കരുത്, ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമുക്കിത് ചുട്ടെടുക്കാൻ. ഇനി നമുക്കിതിൻ്റെ മുകളിൽ കുറച്ച് ഓയിലോ നെയ്യോ ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. 2 സൈഡും നമുക്ക് ഇതുപോലെ തന്നെ ഓയിലോ നെയ്യോ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് ഇതൊന്ന് തിരിച്ചു മറിച്ചിട്ട് കൊടുത്തിട്ട് നമുക്ക് ചുട്ടെടുക്കാം.
നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കിയെടുക്കാൻ എത്ര സമയം എടുക്കുന്നുണ്ടോ അതേ ടൈം തന്നെ മതി നമുക്ക് ഈ ഒരു പൊറാട്ട തയ്യാറാക്കിയെടുക്കാനും. നമുക്ക് ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് ചട്ടങ്ങ വെച്ചിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടി മാത്രമാണ്. ഇപ്പോൾ ഇതാ നമ്മളെ പൊറാട്ടൻ്റെ 2 സൈഡും നന്നായിട്ട് മുരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. നമുക്കിനി ഇത് എടുത്തിട്ട് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ നല്ല ഹെൽത്തി ആയിട്ടുള്ളയും ടേസ്റ്റി ആയിട്ടുള്ളയും പൊറാട്ട ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ബാക്കിയുള്ള ഉരുളകളും ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കാം. വളരെ എളുപ്പമാണ് നമുക്ക് ഈ ഒരു പൊറാട്ട ഉണ്ടാക്കിയെടുക്കാൻ. നമ്മളെല്ലാവരും ദിവസവും ചപ്പാത്തി ഉണ്ടാക്കുന്നത് തന്നെയല്ലേ. അപ്പോൾ നമുക്കൊരു ചേഞ്ചിന് വേണ്ടിയിട്ട് ഇനി ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കാം. അപ്പോൾ ഇതായിരിക്കുമ്പം കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും. പിന്നെ വെജിറ്റബിൾസ് ഒക്കെ കഴിക്കാൻ മടിയുള്ള കുട്ടികളാണെങ്കിൽ നമുക്കിതുപോലെ ഉണ്ടാക്കി കൊടുത്താൽ മതി. ഇതായിരിക്കുമ്പം നമുക്ക് കുട്ടികളുടെ ടിഫിനിലും കൊടുത്തു വിടാം. പിന്നെ ഈ ഒരു പൊറാട്ട കഴിക്കാൻ നമുക്ക് കറീൻ്റെ ആവശ്യമൊന്നുമില്ല. പിന്നെ ചിരങ്ങയിൽ നല്ല അയൺ കണ്ടൻ്റ് ഒക്കെ ഉള്ളതുകൊണ്ട് ഇത് നല്ല ഹെൽത്തിയും കൂടിയാണ്. അപ്പോൾ ഇതാ നമ്മുടെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള അതുപോലെ തന്നെ ടേസ്റ്റി ആയിട്ടുള്ള പൊറാട്ട ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്സും സജഷൻസും ഒക്കെ എന്നെ കമൻറ്റ് ബോക്സിൽ കൂടി അറിയിക്കുക. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിയുടെ കൂടെ ഷെയർ ചെയ്യാനും മറക്കരുത്.